തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിനു പിന്നാലെ ബി.ജെ.പിയുടെ നീക്കം. മുൻ മേയറും വട്ടിയൂർക്കാവ് എം.എൽ.എയുമായ വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശാസ്തമംഗലം കൌൺസിലർ ആർ. ശ്രീലേഖ. തന്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. തിരക്കിട്ടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു അഭ്യർത്ഥനയായാണ് ഇക്കാര്യം സംസാരിച്ചത്. എന്നാൽ അത് പറ്റില്ലെന്നും ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുമാണ് വി.കെ. പ്രശാന്ത് തന്നോട് പറഞ്ഞത് എന്നും ശ്രീലേഖ വ്യക്തമാക്കി. എന്റെ അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൗൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ വി.കെ. പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എൻ്റെ മോൻ്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം.എൽ.എ. പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൗൺസിലർ എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അതും കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാനൊരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും,